ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്നിലെ താങ്ങും തണലും എന്നതിലെ വേദന എന്ന പാഠഭാഗമാണ്. നടന്നു പോകുന്ന വഴിയിൽ ഒരു കുപ്പിച്ചിൽ കണ്ടാൽ അത് നമ്മൾ എടുത്തു മാറ്റണ്ടേ? അത് കണ്ടിട്ടും കാണാത്തതുപോലെ കടന്നുപോയാലോ? താങ്ങും തണലും എന്ന പാഠഭാഗം വായിക്കൂ. താങ്ങും തണലും. കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. ഈ ജീവിതത്തിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാകുന്നത്. താഴെ കൊടുത്ത രചന വായിക്കും. വേദന. നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാനെന്തേ എടുത്തു മാറ്റിയില്ല. ചെരിപ്പിട്ട കാലുകൊണ്ടൊന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല. തൊട്ടു പിന്നാലെ വന്ന ഏതോ കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ? വാവിട്ട നിലവിളിയോടെ വടിനീള ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എൻ്റെ അമ്മേ. കൂട്ടുകാരെ നോക്കൂ, എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ഒരു കൊച്ചു പെൺകുട്ടിയുടെ കാലിൽ എന്താണ്? കുപ്പിച്ചില്ല് കൊണ്ടതാണല്ലേ. എന്നിട്ടോ നിർത്താതെ ചോര ഒലിച്ചു പോവുകയാണ് ആ കുട്ടി അല്ലേ. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലൊരു കുപ്പിച്ചില്ല് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെടുത്തു മാറ്റും അല്ലേ? കാരണം നമ്മളതെടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ അതിലെ വരുന്ന ആളുകളുടെ കാലിൽ അതൊക്കെ അത് കുത്തിക്കയറും അല്ലേ. അപ്പോൾ അത് കയറി ചോര ഒലിപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വിഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലുള്ള കുപ്പിച്ചില്ലായാലും അതുപോലെ ആണി, എന്ത് വസ്തുക്കളായാലും മുറിവ് പറ്റുന്ന വസ്തുക്കളായാലും ഒക്കെ എന്ത് ചെയ്യണം? നമ്മളത് കണ്ട മാത്രമേ തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. അത് ജനാധിപത്യത്തിൽ നമ്മുടെ കടമയാണ് അല്ലേ. നമുക്കങ്ങനെ ഒരുപാട് കടമകളുണ്ട്. അതിൽ നമ്മുടെ ഒരു കടമയാണത്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ? ഒരു കുപ്പിച്ചില്ല് പൊതുവഴിയിൽ നമ്മൾ കണ്ടു. അതെടുത്ത് മാറ്റാതിരുന്നാൽ പുറകെ വരുന്ന ആളുടെ കാല് മുറിയും. ആ മുറിവിന് ഉത്തരവാദി തീർച്ചയായും നാം തന്നെയല്ലേ. ഒരു കുപ്പിച്ചില്ല് നമ്മളെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ പിറകിൽ വന്നയാൾക്ക് കാലിൽ മുറിവേൽക്കുമായിരുന്നില്ല. അതുകൊണ്ട് പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്ത് മാറ്റുന്നത് നമ്മുടെ ചുമതല തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണമെന്ന് പഠിപ്പിച്ചാൽ പോരെ? നാം വഴിയിലെ കുപ്പിച്ചില്ലെടുത്ത് കളയുന്നത് എന്തിനാണ്? കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണമെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആദ്യം അത് കണ്ടയാൾ എടുത്തു മാറ്റുന്നത്. അടുത്ത ചോദ്യം, എൻ്റെ അമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത്? കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴി നിന്ന് മാറ്റിയിടാത്തയാളോ? എന്താണ് നിലവിളിക്കാൻ കാരണം? നടവഴിയിൽ കുപ്പിച്ചില്ല് കണ്ടിട്ടും എടുത്തു മാറ്റാത്തതിനാൽ തൊട്ടു പിന്നാലെ വന്ന ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ? വാവിട്ട നിലവിളിയോടെ വഴി നീള ചോര ഒലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി വരുന്ന ആ കുട്ടിയെ ഓർത്താണ് എൻ്റെ അമ്മേ എന്ന് നിലവിളിച്ചു പോയത്. കുപ്പിച്ചില്ല് കാലിൽ കുത്തിക്കേറി വഴി നീള ചോരയൊലിക്കുന്ന കുഞ്ഞിക്കാലുമായി തത്തി വരുന്ന കുഞ്ഞിനെ ഓർത്താണ് ഞാൻ നിലവിളിക്കാൻ കാരണം. അടുത്ത ചോദ്യം എന്താണ്? വഴിയിലെ കുപ്പിച്ചില്ലെടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത്? മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്? തനിക്കൊഴിവാക്കാമായിരുന്ന ഒരു അപകടം തൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം മൂലം മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കുന്നതിന് കാരണമായെങ്കിൽ അതിനുത്തരവാദി താൻ തന്നെയായിരിക്കുമെന്നാണ് ഈ രചന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂടാതെ ജനാധിപത്യത്തിൽ ഓരോ ആളും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന കാര്യവും ഈ രചന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കുപ്പിച്ചില്ല് വഴി നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ല് തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും? എഴുതൂ. പ്രിയപ്പെട്ട മകളെ, തിരക്കു പിടിച്ച ഓഫീസിലേക്ക് പോകും വഴി കുപ്പിച്ചില്ല് കണ്ടിരുന്നു. എല്ലാവരും താഴെ നോക്കി നടക്കുമെന്നാണ് ഞാൻ കരുതിയത്. പിന്നിലായി കളിച്ചും ചിരിച്ചും ഓടി വരുന്ന നീ ആ കുപ്പിച്ചില്ലിനടുത്തെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്തത്. കുപ്പിച്ചില്ല് കുഞ്ഞിക്കാലിൽ കുത്തിക്കേറി നീ വാവിട്ട് നിലവിളിച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോയി മോളെ. നിന്റെ കുഞ്ഞിക്കാലിന് മുറിവ് പറ്റാൻ കാരണക്കാരൻ ഞാനാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. മോൾ എന്നോട് ക്ഷമിക്കുമല്ലോ.
ഇനി ഒരിക്കലും ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. മോളുടെ കാലിലെ മുറിവും വേദനയും എത്രയും പെട്ടെന്ന് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം പേര്. അടുത്ത ചോദ്യം എന്താണ്? ഈ പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതൂ. നിങ്ങൾ നോക്കൂ, എന്താണ് ചിത്രം 1-ൽ കാണുന്നത്? ബസ് നിർത്തിയിട്ടുണ്ട്, അതിൽ ആളുകൾ കയറാൻ വേണ്ടി തിരക്ക് പിടിക്കുകയാണ് അല്ലേ? പക്ഷെ എന്താണ്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. എന്താണ്, ആ കുട്ടിക്ക് കാലിന് സുഖമില്ലാത്ത കുട്ടിയാണ് അല്ലേ? അപ്പോൾ അതിന് പരിഗണിക്കാതെ എന്താണ്, മുൻപിലുള്ള ആളുകളാണ് കുത്തിക്കയറുന്നത്. അപ്പം ബസ്സിൽ കയറാനായി ക്യൂ നിൽക്കുന്നവർക്കിടയിലൂടെ നുഴഞ്ഞു കയറുന്ന ഒരാളെ ചിത്രത്തിൽ കാണാം. ഒരു കാല് മാത്രമുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി തിക്കിത്തിരക്കിൽ ഏറ്റവും പിറകിലായി കാത്തു നിൽക്കുന്നതും കാണാം. ഉത്തരവാദിത്ത ബോധവും ജനാധിപത്യ ബോധവും ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഭിന്നശേഷിക്കാരായ കുട്ടിയെ കൈപിടിച്ച് ആദ്യം ബസ്സിൽ കയറ്റിയിരുത്തുമായിരുന്നു. തൻ്റെ കാര്യം മാത്രം നോക്കി ബസ്സിൽ ഇടിച്ച് കയറുന്നവർ അവിടെ എന്താണ്, ഒരു സംഘർഷത്തിന് കാരണമാകുന്നു അല്ലേ? നിരാലംബരെയും ഭിന്നശേഷിക്കാരെയും ദുർബലരെയും മുതിർന്നവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും ജീവിക്കാനാവൂ. ഒരു വീട്ടിൽ ഒരാൾ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ മതി ആ വീട്, നാട് ഒരു നരകമായി മാറാൻ. ഇനി രണ്ടാമത്തെ ചിത്രമോ? വീട്ടിലെ മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന ചിത്രമാണ് രണ്ടാമത്തേത് അല്ലേ? വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുമ്പോൾ അത് വീട്ടിലും നാട്ടിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കുകയാണ് അല്ലേ? പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ ദുർഗന്ധവും പകർച്ചവ്യാധികളും നാട്ടിൽ പരക്കുന്നു. മാലിന്യം വലിച്ചെറിയുന്നവർക്കും അത് സാരമായി മാറാം. അവനവൻ്റെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവർ നാടിനും വീടിനും ദ്രോഹികളായി മാറുന്നു. അതുമൂലമുണ്ടാകുന്ന സംഘർഷങ്ങളിലും അപകടങ്ങളിലും അവരും ഇരകളായി മാറും എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പാഠം കൂട്ടുകാർ നന്നായി വായിക്കുക, അതിലെ പ്രവർത്തനങ്ങളും നന്നായി വായിച്ച് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവും പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.